സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി.ആർ. ഗവായി ഇറക്കിയ ഉത്തരവുകളെയെല്ലാം മരവിപ്പിച്ചുകൊണ്ട്, അതായത് ആ വിധികളെല്ലാം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് ബി.ജെ.പിക്ക് വേണ്ടി വലിയ തോതിൽ പണിയെടുക്കുകയാണ്. എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാർ ബി.ജെ.പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത്, അതേ രീതിയിൽ അതിനേക്കാൾ ഒരുപടി മുൻപിലാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ പ്രവർത്തനങ്ങൾ. അതായത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ബി.ജെ.പി നേതാക്കൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ അവരുടെ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും സഫലമാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് സുപ്രീം കോടതി നടപ്പിലാക്കുന്നത്. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും അവിടുത്തെ ഗവർണറായ ആർ.എൻ. രവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. സുപ്രീം കോടതിയിലേക്ക് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയെ അംഗീകരിച്ചുകൊണ്ട് ഗവർണർ അങ്ങനെ ഒരു ഫയൽ ഒപ്പിടാതെ മരവിപ്പിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് നിർദ്ദേശത്തിനയക്കാനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഗവർണർമാരുടെ നീതികേടുകളെ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടൽ നടത്തി. അതിനെയൊക്കെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദ്യം ചെയ്യുകയാണ്. അതായത് മുൻപ് പ്രാബല്യത്തിൽ വന്ന വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇതൊക്കെ തന്നെയായിരുന്നു ബി.ജെ.പി നേതൃത്വത്തിന്റെ ആവശ്യം. അതായത് ഇന്ത്യ രാജ്യത്തുള്ള ഭരണഘടനയെയും നിയമസംഹിതകളെയും മുഴുവൻ കാറ്റിൽ പറത്തുക എന്ന വിചിത്ര നടപടിയിലേക്ക് സുപ്രീം കോടതിയെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നിർദ്ദിഷ്ട പരിപാടി. അതായത് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് അവർക്ക് വേണ്ടി ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയായിരുന്നു സഞ്ജീവ് ഖന്നയും ബി.ആർ. ഗവായും കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചത്? എങ്ങനെയായിരുന്നു അവർ നിയമം കൊണ്ട് രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തത്? എങ്ങനെയൊക്കെയാണ് ജുഡീഷ്യൽ പവർ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാരിനെ വരെ പൂട്ടാൻ കഴിയുന്നത് എന്ന് പറയുന്നിടത്തു നിന്നും കേന്ദ്ര സർക്കാരിന് ഒരു കളിപ്പാവയെ കിട്ടിയിരിക്കുകയാണ്. രണ്ട് കളിപ്പാവകളെയാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ മിസ്യൂസ് ചെയ്യുന്നത്. ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറ്റൊന്ന് സുപ്രീം കോടതി. അതായത് ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ന്യായം വിജയിക്കാൻ കഴിയുന്ന ഈറ്റില്ലമായ സ്ഥലം, ആ പരിപാവനമായ സ്ഥലത്തെ പച്ചയ്ക്ക് വർഗീയതയുടെ ഈറ്റില്ലമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്.